മിനിസ്ട്രീസ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തിലെ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് സഭയെക്കുറിച്ച് ഉള്ള ചില പ്രാരംഭ ചിന്തകളാണ് പറഞ്ഞത്. സഭ എന്ന് പറയുന്നത് ലോക്കൽ ചർച്ചും അതുപോലെ സാർവദേശീയമായിട്ടുള്ള ലൗകിക സഭ എന്നുള്ള അത് പറഞ്ഞു. എന്നാൽ സഭയുടെ ചില പ്രത്യേകതകളുണ്ട്. അത് 3-4 പ്രത്യേകതകൾ അതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സഭയെക്കുറിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. സഭ ഒന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ആദിമസഭയിൽ ഈ പറഞ്ഞ പോലെ അനൈക്യങ്ങളുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എല്ലാം ഒരുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്വീറ്റ് ആൻഡ് സിമ്പിൾ അല്ലായിരുന്നു. അവിടെയും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം കർത്താവിൽ ഒന്നാണെന്നുള്ള 1 കൊരിന്ത്യർ 12:12 ശരീരം ഒന്ന് ആത്മാവൊന്ന്, ശരീരം ഒന്ന് ആത്മാവൊന്ന്. സഭ ഒന്ന് മാത്രമേ ഉള്ളൂ. ലോക്കലായിട്ടുള്ള ചർച്ചസ് കുറേ ഉണ്ടെങ്കിലും സഭ ഒരെണ്ണമേ ഉള്ളൂ എന്നുള്ള. രണ്ടാമത്തെ കാര്യം, കുറേ വാക്യങ്ങൾ അതുമായിട്ട് ചേർന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. സഭ വിശുദ്ധമാണ്. നേരത്തെ പറഞ്ഞു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണ്. അത് വിശുദ്ധമായിരിക്കണം. അതനുസരിച്ച് കർത്താവിൽ ആ സഭയിലെ അംഗങ്ങൾ, കർത്താവിൻ്റെ മക്കൾ വിശുദ്ധരായിരിക്കണം. വിശുദ്ധരാണ്, അവരെ വീണ്ടെടുപ്പോൾ വിശുദ്ധരാണ്. എന്നാൽ അവരാ വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 4-5 വാക്യങ്ങൾ സഭ ഏത് രീതിയിലിരിക്കണം എന്നുള്ളത് ബൈബിൾ പറയുന്ന വാക്യങ്ങൾ ഞാനിപ്പോഴേ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. അത് സീരിയസ് ആയിട്ടുള്ള വാക്യമാണ്. അത് നമ്മൾ കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. സഭ വിശുദ്ധമായിട്ട് ഇരിക്കണം എന്നുള്ളതിന് 2 കൊരിന്ത്യർ 7:1 നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കും. നിങ്ങളുടെ നോട്ട്ബുക്കും പെൻസിലും ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രിയമുള്ളവർ, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നേരത്തെ ഒരുപാട് പ്രോമിസസിൻ്റെ കാര്യം പ്രീവിയസ് അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമുക്കുള്ളതുകൊണ്ട് ജഡത്തിലെ കന്മഷം, ആത്മാവിലെ കന്മഷം. ഈ ആത്മാവിൽ എന്തോ കന്മഷം എന്ന് നമ്മൾ ചിന്തിക്കാം, അല്ലേ? ജഡത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജഡത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത്. ഓൾ ഫിൽത്തിനെസ് എന്നുള്ളൊരു വേർഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ ഫിൽത്തിനെസ്. ഈ ആത്മാവിൽ നമുക്കറിയാം, ഈ ഇന്നർ ഉള്ളിൽ നിന്നുള്ള ചില സംഭാഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഉള്ളിൽ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയും. എന്നാൽ മനസാക്ഷി പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ശരിയാവണമെന്നില്ല. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പല കാര്യങ്ങളും മനസാക്ഷിയുടെ കാര്യം, ഞാൻ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കും എന്നൊക്കെ പലരും പറയാറുണ്ട്. മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കും. എന്നാൽ മനസാക്ഷിയെ പലപ്പോഴും ട്രെയിൻ ചെയ്യുന്നത് സാഹചര്യങ്ങളാണ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച സാഹചര്യങ്ങൾ, നമ്മൾ പോകുന്ന സർക്കംസ്റ്റൻസസ്, ഇതെല്ലാമാണ് പലപ്പോഴും മനസാക്ഷിയെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പോകുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നോ ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് പറയുന്നത് പലപ്പോഴും സത്യമല്ലായിരിക്കും, പകുതി സത്യമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് വിചാരിക്കും ഉള്ളിൽ നിന്ന് വരുന്ന കേൾക്കുന്നതാണ്, അത് ആത്മാവ് പറയുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതാണ്. അത് ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും തന്നെ ദൈവവചനത്തിന് വിരോധമായി ഒന്നും പറയാറില്ല. അതുകൊണ്ട് കന്മഷം ആത്മാവിൻ്റെ മാറണമെങ്കിൽ അതിനെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം ദൈവത്തിൻ്റെ വചനമായിട്ട്. അതുകൊണ്ടാണ് വചനമാകുന്ന വെള്ളത്താൽ കഴുകാൻ പറഞ്ഞിരിക്കുന്നത്. സഭയെ കഴുകുന്നതെന്ന് പറയുന്നത് വചനമാകുന്ന വെള്ളത്താൽ കഴുകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് നമ്മെ തന്നെ ദൈവഭയത്തിൽ വെടിപ്പാക്കുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ സഭകളിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും എല്ലാ ഫിൽത്തിനെസ്സും മാറ്റിക്കൊണ്ട് നമ്മൾ വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് വി ഹാവ് ടു വർക്കൗട്ട്. നമ്മൾ ചെയ്യണം.
കഴിഞ്ഞ ദിവസങ്ങളിൽ സാൽവേഷനെ കുറിച്ച് പറഞ്ഞാണല്ലോ, അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. ദിസ് ഈസ് എ പ്രോസസ്സ്. ഈ പ്രോസസ്സ് കൂടി നമ്മൾ പോകണം. ഓക്കെ, അത് ഒരു വാക്യം. സഭ വിശുദ്ധമാകുന്നു എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. യുവർ സാങ്ക്ടിഫിക്കേഷൻ, ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്, ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഈവൻ യുവർ സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുന്ന ആത്മാവിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുക. ആത്മാവ് സെൻസിറ്റീവ്നെസ് നമ്മളിലുള്ളപ്പോൾ നമുക്ക് ദിനം പ്രതി ശുദ്ധീകരിക്കാനായിട്ട് പറ്റും നമ്മളെ. എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മളെ ഡയറക്റ്റ് ചെയ്യും. തെറ്റിലേക്ക് പോകുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റായിട്ട് നിങ്ങളോട് പറയും, നിങ്ങൾ സെൻസിറ്റീവ്നെസ് ഉണ്ടെങ്കിൽ. അവിടാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാൽ ഈ ദിവസങ്ങളിൽ ദൈവം അത് വിശ്വാസികൾക്ക് ധാരാളമായി തന്നിട്ടുണ്ട്. കാരണം പൈശാചിക ശക്തികൾ ധാരാളമായി അതിൻ്റെ ശക്തിയും അതിൻ്റെ പ്രവാഹവും ഈ നാളുകളിൽ കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുന്നതുകൊണ്ട് പിശാചിനറിയാൻ ഇനി അധികം നാൾ എനിക്കില്ല. അതുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടിയിരിക്കുമ്പോഴേ അതനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദാനവും വരവും ഒക്കെ നമ്മളിലേക്ക് കൂടുതലായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനെ കെടുത്തിക്കളയരുത്, അത് ജ്വലിപ്പിക്കണം. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്. റോമർ 12:1 എല്ലാവർക്കും അറിയാവുന്നതാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആത്മാവ് കൊണ്ട് മാത്രം പോരാ, ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ പറഞ്ഞത്. സഭ വിശുദ്ധമാണ്, ശരീരം വിശുദ്ധമായി സൂക്ഷിക്കുക. 1 കൊരിന്ത്യർ 6:19 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം. എന്ത് ക്ലിയറായിട്ടാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നോട്ട് ഓൺലി സ്പിരിച്വലി അത് ക്ലീൻ ആക്കുക മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അത് എക്സ്റ്റേണലിയും. അത് എന്താ, ഇപ്പം നമുക്കറിയാമല്ലോ, ശരീരം ഈ പ്രത്യേകിച്ച് യങ്ങറായിട്ടുള്ള ജനറേഷൻ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ വേണ്ട രീതിയിൽ കൊടുക്കാതെ ഓവറായിട്ട് കൊടുത്ത് തടിയൊക്കെ വെപ്പിച്ച് വല്ലാതെ വൃത്തികേടായി. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശരീരമാകുമ്പോൾ ആ ശരീരത്തിന് വേണ്ട ഡിസിപ്ലിൻ കൊടുത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ രീതിയിലും ആ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുന്നതിനെ പോലെ തന്നെ ഹെൽത്തി ആയിട്ടും സൂക്ഷിക്കണം അത്. കാരണം പരിശുദ്ധാത്മാവ് വസിക്കുന്നതാണ്. ഈ തരണത്തിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ സഭയുടെ അംഗങ്ങളായിരിക്കുന്നത്. ഈ രീതിയിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെയുള്ള ആളുകളുണ്ട്. 1 കൊരിന്ത്യർ 6:9 തൊട്ട് പറയുന്ന അന്യായം ചെയ്യുന്നവർ, ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ, ഇവരൊന്നും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതായത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ദൈവസഭയുടെ അംഗം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അല്പം മനസ്സിലാകാത്തൊരു കാര്യമാണ്. എന്താ കാര്യം അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം സോക്കാൾഡ് ലോക്കൽ ചർച്ചസിലൊക്കെ പരിശുദ്ധരെന്ന് പറയാനായിട്ട് ഉള്ളവർ ആണ്, പരിശുദ്ധർ ആണ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ കുറവാണ് ഇപ്പോഴും വന്നിട്ട്. കാരണം എല്ലാ കോംപ്രമൈസിലും എല്ലാത്തിനും കൂടെ നിൽക്കുന്നവരും സഭയുടെ അംഗങ്ങളും സ്ഥലകാല സഭകളിലെയൊക്കെ അംഗങ്ങളാണ്. അതുപോലെ വലിയ ആക്റ്റീവാണ്, കമ്മിറ്റിയിലൊക്കെ വലിയ ആക്റ്റീവായിട്ട് നിൽക്കും. എന്നാൽ പല കോംപ്രമൈസസിനും പല രീതിയിലും അവർ പോകുമ്പോഴേ സഭ വിശുദ്ധമാണെന്നുള്ള പഠിപ്പിക്കലിനകത്ത് അവരുടെ പാർട്ടിസിപ്പേഷൻ ഏത് രീതിയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മളെ തന്നെ വിശകലനം ചെയ്യുക. അതിനകത്ത് അപ്പുറമായിട്ട് ഞാനൊരു കമൻറ്റും അതിനകത്ത് പറയുന്നില്ല. കാരണം ഓരോരുത്തരും അവരവരെ തന്നെ വിശകലനം ചെയ്യട്ടെ. ഞാൻ ഏത് രീതിയിലാണ് ദൈവത്തിൻ്റെ സഭയിൽ അംഗമാണെന്ന് പറയുമ്പോഴേ ഞാൻ ഏത് രീതിയിലാണ് എന്നെ ശുദ്ധീകരിക്കുന്നതെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ഒന്നാമത് പറഞ്ഞത് സഭ ഒന്ന് മാത്രം, രണ്ടാമത് പറഞ്ഞത് സഭ വിശുദ്ധമാണ്, 3 സഭ
സർവ ലൗകികമാകുന്ന സഭയാണ് കാത്തലിക്. ദ ചർച്ച് ഈസ് കാത്തലിക്. കാത്തലിക് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ എന്നുള്ളൊരു ചിന്തയിലല്ല ഈ പറയുന്നത്. കർത്താവിൻ്റെ സഭയിലെ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ളതാണ് അത് പറയുന്നത്. ഗലാത്യർ 3:28 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിൽ യഹൂദനും യവനമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. അപ്പോഴേ എല്ലാവരും ഒന്നാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവനും, അവൻ എല്ലാവരും ഒന്നായിരിക്കുന്നു. കർത്താവ് മുഖാന്തരം നമ്മൾ എല്ലാം അവനോട് ചേർക്കപ്പെട്ടു, അവനിൽ ഒന്നായിരിക്കുന്നു. അതാണ് സാർവ ലൗകിക സഭ എന്ന് പറയുന്ന, ചർച്ച് ഈസ് കാത്തലിക് എന്ന് പറയുന്നതിൻ്റെ മീനിങ് അതാണ്. എല്ലാവരും ഒന്നായിരിക്കുന്നു, വിവേചനമില്ലാതെ. ഇന്നും ചില സ്ഥലങ്ങളിൽ, ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും ഒക്കെയുള്ള ചില സ്ഥലങ്ങളിൽ ചില കാസ്റ്റുകൾ, സെപ്പറേറ്റ് സഭകളുണ്ട്. അതൊക്കെ ദൈവവചനപ്രകാരമല്ലാതെ. ഇപ്പോൾ അമേരിക്കയിൽ ചെന്നാലും ഇന്ത്യയിൽ വന്നാലും ഒക്കെ കാസ്റ്റിസം ഒക്കെ നിൽക്കുന്നവർ ഇപ്പോഴും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ആ സഭയിലോട്ട് കടന്നു വരാനായിട്ട് ചില വിമുഖതകളുള്ള സാഹചര്യങ്ങൾ ഇന്നുമുണ്ട്. ഇന്ന് കേരളത്തിലുള്ള സഭകളിലും അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അത് അങ്ങനെയുള്ളൊരു സഭയല്ല ഉള്ള സഭ. എല്ലാവർക്കും വേണ്ടി ഒരുവനായ കർത്താവിൽ ചേർന്നിരിക്കുന്ന ഒന്നാണ്. നാലാമത്, സഭ അപ്പോസ്തലികമാണ്. അപ്പോസ്തലികമായിട്ടുള്ള സഭ. എഫേസ്യർ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കും നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിഞ്ഞിരിക്കുന്നു. സഭയെ പണിഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ടീച്ചിങ്ങിലാണ് സഭ ഇരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതിന് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ആയിരുന്ന അപ്പോസ്തലന്മാർ, അന്ന് പരിശുദ്ധാത്മാവുടെ മേൽ വന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരുന്ന അപ്പോസ്തലന്മാർ. അതിന് പരിശുദ്ധാത്മാവായിരുന്നു അപ്പോസ്തലന്മാരെ നിയമിച്ചതും അപ്പോസ്തലന്മാരെ മുന്നോട്ട് നടത്തിയതും ഇതൊക്കെ എഴുതാനായിട്ട് സഹായിച്ചുമൊക്കെ പരിശുദ്ധാത്മാവാണ്. അന്നേരം അപ്പോസ്തലത്വം കാത്തു സൂക്ഷിപ്പാനുള്ള കൃപ നൽകിയതും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അവരാണ് ആദിമസഭയെ പണിഞ്ഞുകൊണ്ടുവന്നത്. ആ ഒരു പിന്തുടർച്ചയായിട്ടുള്ള ഒരു സഭയാണ് ഇപ്പോഴും ഉള്ളത്. ആ സഭയിൽ നിന്ന് ആ പിന്തുടർച്ചയായിട്ടുള്ള സഭയാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് സഭയുടെ പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞത്. 1, സഭ ഒന്ന് മാത്രമേ ഉള്ളൂ. 2, സഭ വിശുദ്ധമായിരിക്കണം, യൂണിവേഴ്സൽ ആയിരിക്കണം, സർവ്വലൗകികം. അതുപോലെ സഭ കാത്തലിക് ചർച്ചാണ്, അപ്പോസ്തലിക് ചർച്ചാണ്, ഹോളി ചർച്ചാണ്, ഓൺലി വൺ ചർച്ച്. എന്നാൽ ഈ 4 കാര്യങ്ങളാണ് സഭയെക്കുറിച്ച് ജനറലായിട്ട് പറയുന്നത്. സഭയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. സഭയെക്കുറിച്ച് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ കാന്തയാണ് സഭ. അതുകൊണ്ട് സഭ ഏത് രീതിയിലായിരിക്കണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് ഒരു വലിയ മർമ്മമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ സഭയുടെ ശുദ്ധീകരണം, സഭ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നെല്ലാം ഗൈഡ് ലൈൻസ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് സഭയുടെ പ്രത്യേകതയെക്കുറിച്ചാണ് പറഞ്ഞത്. 4 പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സഭയുടെ അഡ്മിനിസ്ട്രേഷൻ ഏത് രീതിയിലാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അത് ആദിമസഭ അതിന് നമുക്ക് മാതൃകയായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇത് നിങ്ങൾക്കറിയാവുന്നൊരു സബ്ജക്റ്റ് തന്നെയാണ്, എന്നാലും ചുരുക്കമായിട്ട് ഞാൻ പറയുന്നത്, ആമുഖമായിട്ട് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിലേക്ക് കയറുന്നതിൻ്റെ ഒരു പടിയായിട്ടാണ് സഭയെക്കുറിച്ച് പറയുന്നത്. ഇനിയും സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലുള്ള 7 സഭകളുടെ ദൂതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സഭയുടെ ഈ പറയുന്ന പ്രത്യേകതകളും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും എല്ലാം നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് ആണ് ഈ സഭയുടെ ഈ ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇതെല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻസ് ഉണ്ടെങ്കിൽ അത് ഇടുക, അതുപോലെ പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നമ്പറിൽ അയച്ചു തരിക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് കർത്താവെ ഈ സഭയെക്കുറിച്ചുള്ള ഈ ചിന്തകൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുവാനായിട്ട് കൃപ കൊടുത്ത സ്തോത്രം. കർത്താവെ, സഭ വിശുദ്ധമായിരിക്കുന്ന പോലെ കർത്താവെ ഞങ്ങളും വിശുദ്ധരായിരിക്കണം, കർത്താവിൻ്റെ മക്കൾ വിശുദ്ധരായിരിക്കണം എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഹ്വാനമാണല്ലോ. കർത്താവെ, നിൻ്റെ സഭയുടെ ശരീരത്തിൻ്റെ പാർട്ടുകളായിരിക്കുമ്പോഴേ, അതിനോട് ചേർന്ന് ഞങ്ങൾ ഇരിക്കുമ്പോഴേ കർത്താവെ, എത്ര വിശുദ്ധിയോട് ഞങ്ങളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കർത്താവെ, മുറുകെ പറ്റുന്ന പാപങ്ങളുള്ള ചില പ്രിയപ്പെട്ടവരെ ഇതെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവിതത്തിനുള്ള പ്രതാപം, ഇങ്ങനെയുള്ള പിശാച് കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളിൽ അഡിക്റ്റഡായി ഇന്ന് ജീവിക്കുന്ന ചില ആളുകൾ എന്നെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, നീക്കാൻ പറ്റാത്ത ചില വൈസസിൽ കൂടി കടന്നു പോകുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ വലിയ റിലീസ് നീ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കർത്താവെ അവരെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെങ്കിലും രീതിയിൽ ചില കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയുമ്പോഴേ കർത്താവെ വലിയ പ്രയാസവും വലിയ വേദനകളും ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുകയും അവരെ അതിൽ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോഴേ വലിയ സന്തോഷവും ഹൃദയത്തിലെ വലിയ ആനന്ദവും വന്നു ചേരുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നല്ലോ. കർത്താവെ, അതുകൊണ്ട് എല്ലാ മുറിവുകളെയും നീ ഉണക്കി കർത്താവെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അവരെ റിലീസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോവ്യഥയിലിരിക്കുന്ന ചില വ്യക്തികൾ, ഡിപ്രഷനിലിരിക്കുന്ന ചില വ്യക്തികളെ ഇവയൊക്കെ ദൈവം കാണിച്ചു തരുന്നു. യേശുവിൻ്റെ നാമത്തിലെ അവരുടെ മേലുള്ള പിശാചിൻ്റെ അധികാരം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഡിപ്രഷനിൽ നിന്ന് അവരെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ ഘട്ടങ്ങളിൽ നിന്ന് അവർ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിലെ സന്തോഷം കർത്താവരിൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഡിപ്രഷനിൽ നിന്ന് കർത്താവെ അവരെ നീ മാറ്റുന്ന ഓർത്ത സ്തോത്രം. കർത്താവെ, അവരുടെ കൂടെ ഇരിക്കുന്ന അവരോട് കർത്താവെ ഇരിക്കുന്ന അവരുടെ റിലേറ്റീവ്സ് കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനായിട്ട് നീ ഇടവരുത്തണമേ, സഹായിക്കണമേ, ഇതിൽ നിന്ന് വലിയൊരു വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. കണ്ടവർക്കെല്ലാം നന്ദി. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.